ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭ ഇവിടെ ഈ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി ദാഹിക്കുകയും മോഹിക്കുകയും പ്രാർത്ഥിക്കുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്ത ഒട്ടേറെ പിതാക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ട് വരെ നാം സ്വതന്ത്രരായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ രാജാക്കന്മാർ നമ്മെ സ്നേഹിതരും സ്വന്തക്കാരും എന്ന നിലയിൽ കരുതിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നാട്ടുരാജാക്കന്മാരായിരുന്ന എല്ലാവരും തന്നെ മലങ്കര നസ്രാണികളെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ധാരാളം പദവികൾ അവർക്ക് നൽകി, ക്രൈസ്തവ സമൂഹത്തിന് നൽകി. നിഷ്കളങ്കരും ഈശ്വരവിശ്വാസികളും ആത്മാർത്ഥതയുള്ളവരും കാപഢ്യമില്ലാത്തവരും ഒക്കെ ആ നിലയിൽ മലങ്കര നസ്രാണികൾ വളരെ പൗരുഷത്തോടു കൂടി തന്നെ അന്നത്തെ മഹാരാജാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നു. എന്നാൽ കോളനി അധിനിവേശം വന്നതോടുകൂടി കാര്യങ്ങൾ തകിടം മറിയുകയാണ്. 1498 വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക് വന്നു. വ്യാപാരം ചെയ്യാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് പോർച്ചുഗീസുകാർ പിന്നീട് ഇവിടെ വന്നത്. വ്യാപാരം ചെയ്യുക മാത്രമല്ല അവർ ചെയ്തത്, ഇവിടെ ഉണ്ടായിരുന്ന സഭകളിൽ ക്രിസ്തീയ സഭാ സമൂഹത്തിൽ നുഴഞ്ഞു കയറി പോർച്ചുഗീസ് മിഷണറിമാരെ ഇവിടെ വരുത്തി ഈ സഭയുടെ വിശ്വാസം സമ്പൂർണമായി മായിച്ച് തുടച്ചു നീക്കുവാൻ തക്കവണ്ണം അവർ പരിശ്രമിക്കുകയുണ്ടായി. ഈ വിദേശ അധിനിവേശ കാലത്ത് ഒന്നിനു പുറകെ ഒന്നായി പല യൂറോപ്യൻ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും ഭാരതത്തിൽ ചേക്കേറിയ ഓരോ വിദേശ രാജ്യത്തിൻ്റെ അമരക്കാരെ രാഷ്ട്രീയമായി ഭാരതത്തെ മുഴുവനും അവരുടെ ഒരു ദേശമാക്കി തീർക്കുകയാണ് ചെയ്തത്. അവസാനമായിട്ടാണ് ഇംഗ്ലീഷുകാരെ ഇവിടെ കടന്നു വന്നത്. ഇംഗ്ലീഷുകാരെ വന്നു കഴിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭയുടെ പുരാതന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ സംഹിതയെ തന്നെ തുടച്ച് മായിച്ചില്ലാതാക്കുവാൻ തക്കവണ്ണം പിന്നീട് ശ്രമിച്ചു. അന്നും നമ്മുടെ കാരണവന്മാർ മലങ്കര നസ്രാണി സമൂഹം അവർ സിംഹഗർജനം നടത്തിയെങ്കിലും അതാത് കാലഘട്ടത്തിലെ സർക്കാരുകൾ നമ്മുടെ ശബ്ദം കേട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരമൊക്കെ വന്ന് സംഭവിച്ചത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര സഭ ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠം പ്രഖ്യാപിച്ചു. ഈ സഭ തദ്ദേശീയ സഭയാണ്, ഈ സഭ സ്വതന്ത്രമാണ്, ഈ സഭയുടെ സ്വത്തുക്കൾ മലങ്കര സഭയുടെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണം, കോടതി വിധി അനുസരിച്ച് ഈ സഭയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്നെല്ലാം വിധിന്യായത്തിൽ പറഞ്ഞുവെങ്കിലും അത് നടപ്പിൽ വരുത്തുന്നതിന് വൈമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചില തിന്മയുടെ ശക്തികൾ കയറി വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഭയപ്പെടാനില്ല. ഏത് തിന്മയുടെ ശക്തിയേക്കാളും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യവും ദൈവികമായ ആശ്രയവും. ദൈവത്തെ ഭരിക്കുവാൻ പോലും ഒരുപക്ഷെ മനുഷ്യൻ തുനിഞ്ഞേക്കാം. അത് തീക്കട്ടയിൽ എറുമ്പ് കയറി കൂടുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ കാർമേഘങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ഇല്ലാതാകും. നിയമപരമായി ഇല്ലാതായി കഴിഞ്ഞു, എന്നാൽ പ്രായോഗികമായും അതില്ലാതാകും
എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരും സംശയിക്കേണ്ടതില്ല. ഇപ്പോഴും മലങ്കര സഭ ആഗ്രഹിക്കുന്നത്, ഈ സഭ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സമാധാനം എന്ന് പറയുമ്പോഴതിനർത്ഥം വിദേശ മേൽക്കോയ്മയുടെ കീഴിലുള്ളൊരു സമാധാനമല്ല. മലങ്കര സഭ സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഉള്ളൊരു സമാധാനം എന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സഭയ്ക്ക് 1934 മുതൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രമേ ആർക്കും എന്തും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ മലങ്കര മെത്രാപ്പോലീത്തായിക്കോ ഇവിടുത്തെ കാതോലിക്കായിക്കോ തോന്നുന്നത് പോലെ ഒന്നും ചെയ്യാൻ പാടില്ല, നടക്കുകയുമില്ല. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതാത് സ്ഥാനികൾക്ക് സ്ഥാനത്തിനൊത്തവണ്ണമുള്ള അധികാരവും അവിടെ നിർവചിച്ചുകൊണ്ട് ഒരു സഭയ്ക്ക് ഒരു വലിയ ഭരണഘടനയുണ്ട്. ഭരണഘടനയില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഏതെങ്കിലും രാജ്യത്ത് ഒരു ഭരണപരമായ ഒരു നിയമ സംഹിത ഇല്ലാത്തിടത്തോളം കാലം എങ്ങനെയാണ് സമൂഹത്തെ നയിക്കുവാൻ കഴിയുക? ഇസ്രായേൽ ജാതി ഈജിപ്തിൽ നിന്ന് അഥവാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കുറെ കഴിയുമ്പോഴേക്കും 10 നിയമങ്ങൾ യഹോവ തന്നെ നേരിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. 10 കൽപ്പനകൾ എന്ന പേരിലാണ് നമ്മളതന്നെ അറിയുന്നത്. തുടർന്ന് നൂറുകണക്കിന് നിയമങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ദൈവം പ്രത്യേകമായി അന്നത്തെ അമരക്കാരനായിരുന്ന മോശ മുഖാന്തരമായി ജനത്തെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിയമങ്ങളെ ധിക്കരിക്കുന്നത് അരാജകത്വത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നിയമങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയുടെ ഒരു പ്രതിച്ഛായയായിട്ടാണ് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിയമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഏദൻ തോട്ടത്തിൽ പോലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനും നിയമങ്ങൾ കൊടുത്തു. നിയമങ്ങളില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. നിയമങ്ങൾ നഷ്ടമായാൽ പിന്നീട് വരുന്നത് മസിൽ പവറാണ്, കയ്യൂക്കാണ്. ഈ മസിൽ പവർ കൊണ്ട് ഒരു സഭ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയുകയില്ല. ഏതോ ഒരു കോടതി പരാമർശിച്ചു എന്ന് കേട്ടു, മസിൽ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവർ, ഇത് ഉപയോഗിച്ച് നിങ്ങൾ നീതിന്യായത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കരുത് എന്ന് വിധി എഴുതുന്ന ന്യായാധിപന്മാരിൽ ആരോ ഒരാൾ വാക്കാൽ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഭയുടെ ഭരണഘടനയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ മലങ്കര സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാകും. അവിടെ പിന്നെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല, ഒരു വിദേശ മേൽക്കോയ്മയുടെ ആവശ്യമില്ല. ആർക്കും തന്നെത്താൻ തോന്നുന്നതനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കാനൊക്കുകയില്ല. അതിനെല്ലാം ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, അതുണ്ടായേ പറ്റൂ. അതുകൊണ്ട് മലങ്കര സഭ എന്നും സമാധാനത്തിന് വേണ്ടി തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് പഴയ പാത്രിയർക്കീസ് ബാവാ തിരുമേനി നമ്മുടെ തലവനായിരുന്നു കൊണ്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവാ തിരുമേനിയുടെ ഒരു ഭദ്രാസനമായി ഈ മലങ്കര സഭ പുറകോട്ട് പോകണമെന്നുള്ള നിലയിലാണ് സമാധാനം എന്നുള്ളതിൻ്റെ നിർവചനമായിട്ട് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ അസാധ്യമാണ്. ഒരിക്കലും അത് സാധ്യമായിരിക്കുകയില്ല. അത് നാം പള്ളി അടിപിടി നടത്താനോ ഏതെങ്കിലും കയ്യൂക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നീതിയും സത്യവും നിയമവും മാത്രം കൈമുതൽ അത് തീർച്ചയായും ദൈവം അതോടൊപ്പം ഉണ്ടാകും, ഒരു സംശയവുമില്ല. നീതിയെയും സത്യത്തെയും ആശ്രയിക്കുവാൻ
ഒരുപക്ഷെ ഒരു വാസ്റ്റ് മെജോറിറ്റിക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് മാത്രമാണ് പലപ്പോഴും പലരും വിചാരിക്കുന്നത്. ഒഴുക്കിനെതിരെ ജീവനുള്ള മത്സ്യം നീന്തിപ്പോകും. പക്ഷേ ചത്ത മത്സ്യം ഒഴുക്കിന് അനുകൂലമായിട്ട് മാത്രമേ പോവുകയുള്ളൂ. അതിൻ്റെ ചിറകുകളൊന്നും കാര്യമായി പ്രവർത്തിക്കുകയില്ല. അത് ഒരു പൊങ്ങുതടി പോലെ അങ്ങ് പോയേക്കും. അതുകൊണ്ട് നിയമങ്ങൾക്ക് വിധേയമായി, കോടതി വിധികൾക്ക് വിധേയമായി മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ് മലങ്കര സഭ ആഗ്രഹിക്കുന്നത്. വ്യത്യസ്ത നിർവചനം കൊണ്ടുവന്ന് 958 പിന്നീടുമൊക്കെ ഒരു കാപട്യ കൊണ്ട്, കൗശലം കൊണ്ട് മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചതെല്ലാം അതുപോലെ തന്നെ നഷ്ടപ്പെടുകയും പഴയതിനേക്കാൾ വളരെ മോശമായ വിധത്തിൽ കാര്യങ്ങൾ മുന്നേറുകയും ചെയ്തു എന്നുള്ളത് നാം കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ള തലമുറയാണിത്. 1958 അന്നത്തെ സുപ്രീം കോടതി സഭയിൽ സമാധാനം ഉണ്ടാകത്തക്കവണ്ണമുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു കൗശലത്തിലൂടെ സമാധാനം സംജാതമായി. പക്ഷേ ആ സമാധാനത്തിന് 12 വർഷം മാത്രമേ ആയുസ് ഉണ്ടായുള്ളൂ. 12 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഭയുടെ സമാധാനം പൂർണ്ണമായും തച്ചു തകർക്കുവാൻ തക്കവണ്ണം വിദേശ അധിനിവേശ ആധിപത്യങ്ങൾ ഇടപെട്ട് ഇവിടെ സമാധാന ലംഘനമാണ് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ട് ആ പഴയ പരീക്ഷണം വീണ്ടും ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഭോഷത്വമാണെന്നുള്ളതും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ആരാധനയിൽ വായിച്ചു കേട്ട ഗോസ്പൽ തീം എന്ന് പറയുന്നത് കാഴ്ചയും ഉൾക്കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസമാണ്. ജന്മനാൽ കുരുടനായിരുന്നൊരു മനുഷ്യനാണ് യേശു ക്രിസ്തുവിൻ്റെ സ്പർശം മുഖാന്തരമായിട്ട് കാഴ്ചയുള്ളവനായി തീർന്നത്. അപ്പോൾ കാഴ്ച നിങ്ങളെല്ലാവരെയും എനിക്ക് കാണാൻ കഴിയും. പക്ഷെ ഉൾക്കാഴ്ച ഉണ്ടാകണമെങ്കിൽ പ്രകാശവും ദൈവസ്പർശനവും തമ്മിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ചയുണ്ട് എന്ന് അവകാശപ്പെടാനാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ശാശ്വതമായ സമാധാനം മലങ്കര സഭയിൽ ഉണ്ടാകണം, ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്നും ഈ വഴക്കും വയ്യാവേലിയും ഒന്നും സാധിക്കയില്ല, നിലനിർത്തി കൊണ്ടുപോകാൻ ഒക്കുകയില്ല. നാം വിശ്വസ്തയുടെ മാർഗത്തിലൂടെ, നീതിയുടെ വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴിയിലൂടെ മുന്നേറുമ്പോൾ ഇവിടെ ശാശ്വതമായ സമാധാനമുണ്ടാകും. ശാശ്വതമായ സമാധാനം വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ചില ഗൂഢതന്ത്രങ്ങളാണ്. ആ തന്ത്രം തിരിച്ചറിയുവാനുള്ള വിവേകം മലങ്കര നസ്രാണിക്കുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ശാശ്വതമായിരിക്കണം. വിദേശത്ത് നിന്ന് ഒരു കൽപ്പനയോ ബൂളായോ വന്നാൽ ഇവിടുത്തെ സമാധാനം തട്ടി തകർക്കാൻ സാധ്യമല്ല എന്ന് വരത്തക്കവണ്ണമുള്ള വിധത്തിലുള്ള സമാധാനമാണ് മലങ്കര സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശാശ്വതമായൊരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി മാത്രം സഹിക്കുക, പലതും സഹിക്കുക. ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നമുക്ക് പോകേണ്ടി വന്നേക്കാം. പക്ഷേ പതറേണ്ടതില്ല, തകരേണ്ടതില്ല, തളരേണ്ടതില്ല. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം കറതീർന്ന, പഴുതുകളില്ലാത്ത ഒരു പ്രഖ്യാപനം രാജ്യത്തിൻ്റെ അത്യുന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം അത് അങ്ങനെയുള്ള ഒരു നീതിപീഠത്തെ എതിർക്കുക എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ വാല്യൂസിൽ പോലും പെട്ടതല്ല. ഏത് രാജ്യത്ത് ക്രിസ്തീയ സമൂഹം ഉണ്ടോ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണമെന്ന് വളരെ ശക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള ഒരാളാണ് പൗലൂസ് അപ്പോസ്തലൻ.
രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ ക്രൈസ്തവ മൂല്യത്തിനോ വിശ്വാസത്തിനോ എതിര് വരുമ്പോൾ അതും സഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സഹിക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ പീഡനം നടത്തി ഉന്മൂലനം ചെയ്തേക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ മലങ്കരയിൽ അതുപോലെ തന്നെ ഒരു ആഗോള തലത്തിലുള്ള ഈ അസമാധാനം ഒന്നും നിലനിൽക്കുകയില്ല. വിശ്വാസികൾ എപ്പോഴും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. സമാധാനം വേണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു 10% തീവ്രമായി ചിന്തിക്കുന്നവർ മാത്രമേ അങ്ങനെ പറയാനിടയുള്ളൂ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ വരികയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ 10% ആളുകൾ ആ ദേവാലയത്തിൽ വരുന്ന വരുമാനം മുഴുവനും കൈകാര്യം ചെയ്യുന്നവരാണ്. ആ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ള ഭീതി കൊണ്ടാണ് ഇവിടെ കലഹങ്ങൾ സദാസമയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും കലഹങ്ങൾ ഉണ്ടാക്കുന്നതും. അതല്ലാതെ വിഘടിത വിഭാഗത്തിലുള്ള വിശ്വാസികൾ അവരെ വളരെ നല്ലവരും വളരെ നിഷ്കളങ്കരുമാണ്. പക്ഷേ അവർക്ക് ഒന്നും ഊരിയാടാൻ വയ്യ. കാരണം 80% മനുഷ്യരും സമാധാനത്തെ കാക്ഷിക്കുന്നവരാണ്. എൻ്റെ കണക്കുകൂട്ടൽ 80 അല്ല 90% മനുഷ്യരെ. 10% എല്ലാ ദേവാലയങ്ങളിലുമുണ്ട്. അവരാണ് ആ ദേവാലയത്തിൻ്റെ ധനം അഥവാ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിയമവും ചട്ടവും ഭരണഘടനയും ഒക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പണം കൈകാര്യം ചെയ്യാനോ പണം ദൂർത്തടിക്കാനോ ഉള്ള സൗകര്യം നഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് സ്വാമിയുടെ വാക്കുകൾ കേൾക്കാം. ലോകത്തിൽ സമാധാനം ഉണ്ടാകണം. മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പാപവും പുണ്യവും തമ്മിൽ വേർതിരിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് ആവിയായി പോകുന്നൊരു കാലഘട്ടമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, സമാധാനത്തിനായിട്ട് ആഗ്രഹിക്കുക. അതല്ലാതെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയാൽ ഈ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകും, ഒരു സംശയവുമില്ല. അത് അനധിവിദൂര ഭാവിയിൽ ഇതെല്ലാം അങ്ങനെ സംഭവിക്കുമെന്നാണ് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ മഹാസമ്മേളനവും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ സ്ഥാനാരോഹണ നവതി ആഘോഷവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മേൽപ്പെട്ട സ്ഥാനാരോഹണത്തിൻ്റെ നവതിയും ഈ എല്ലാ വിധത്തിലുള്ള ഇപ്രകാരമുള്ള എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.